പിയിലും ബീഹാറിലും ശ്രീ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളിലൂടെ ഗ്രാമീണ മേഖലയിൽ ഒരുപാട് മുസ്ലിങ്ങളുടെ വോട്ട് BJP NDAക്ക് ലഭിക്കും. ഈ പദ്ധതികൾക്കൊക്കെ ഒരു ഗ്രാമീണ മേഖലയിൽ നമ്മൾ പൊളിറ്റിക്കലായി പറയുന്ന പോലെയല്ല, ഒരു വേർതിരിവില്ല. അപ്പൊ അങ്ങനെ സ്ത്രീകളുടെ പിന്തുണ ആർജിക്കുന്നതിൽ NDAക്കും BJPയും കഴിഞ്ഞിട്ടുണ്ട്. UP ബീഹാറിൽ കാരണം നമ്മളിവിടെ കേരളത്തിലുള്ള പോലെ കുറച്ചുകൂടി സമ്പന്നരായ മുസ്ലിം കമ്മ്യൂണിറ്റി അല്ല, അവരിതിന്റെ ബെനിഫിഷ്യറാണ്. അവരുടെ വീടുകളിൽ ആദ്യമായിട്ട് ഇപ്പൊ എനിക്കറിയാവുന്ന കാര്യമാണ്, അതിനകത്ത് ആദ്യമായി അവർക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടുന്നു, വെള്ളം, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെയാണ് ടോയ്ലറ്റ്. അപ്പൊ ഇതിപ്പോ കേരളത്തിൽ നമ്മൾ പറയുമ്പോൾ ആളുകൾക്ക് ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് പറയുന്നുണ്ടാവും. കേരളത്തിലും വേറെ കാര്യം അല്ല, ഈ പദ്ധതിയിലൂടെ കേരളത്തിലും വന്നിരുന്നു. പക്ഷെ അവിടുത്തെ ഒരു സാധാരണ ഗ്രാമീണ ഒരു വനിതയെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടമ്മയ്ക്ക് ആദ്യമായിട്ട് ഗ്യാസ് അടുപ്പും ഗ്യാസും ഒരു സിലിണ്ടർ ഒരു വീട്ടിൽ വരെയാണ്. അന്ന് പലരും പറഞ്ഞു ഇവർ രണ്ടാമത് ഗ്യാസ് എടുക്കില്ല, ഒരു പ്രാവശ്യം ഫ്രീ കൊടുത്തു പറഞ്ഞ് പിന്നെ ഉപയോഗിക്കും. പക്ഷെ ഇന്നിപ്പോ നിങ്ങൾ നോക്കൂ, എല്ലാ വീട്ടിലും ഈ ഗ്യാസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ തരത്തില് ഈ ഗവൺമെന്റിന്റെ ഒരുപാട് പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള, അതുപോലെ ജൻധൻ യോജന പോലെയുള്ള സ്കീമുകൾ, സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളിലും ഇതിന്റെ ഒരു പ്രയോജനം ബീഹാറിലുണ്ടാകും. അതിന്റെ കൾമിനേഷനാണ് ഈ പുതിയ ഈ പദ്ധതി ഉണ്ടല്ലോ, 10,000 രൂപ അഡ്വാൻസ് ചെയ്യുന്ന ഒരു കുടുംബത്തില്, ഒരു ഗ്രാമീണ കുടുംബത്തില്, പാവപ്പെട്ട ഒരു കുടുംബത്തിന് 10,000 രൂപ ഒരു കൈത്തൊഴിലിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു. ഇത് പറയുകയല്ല, വാഗ്ദാനമല്ലല്ലോ. അപ്പൊ അത് പ്രായോഗത്തിൽ വന്നു. അപ്പൊ 243 ഒരു 130 ഒക്കെ അല്ലെ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ ഒരു കണക്കുകൂട്ടൽ വെച്ചിട്ട് ഒന്ന് മുന്നണിയുടെ സാമൂഹ്യ ഘടന, അതായത് മുന്നണിയുടെ ഇപ്പൊ നമ്മള് സോഷ്യൽ എഞ്ചിനീയറിംഗില് NDA വളരെ മുന്നിലാണ്.